വീടുകളുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പരിപാലനം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ലിവിൻ തോമസ്, ഗ്രീൻ ആഷ്വിൽ ആർക്കിടെക്ചറിലെ ചീഫ് ഡിസൈനറാണ്. ഒരു വീട് പുതുതായിട്ട് പണിതതിന് ശേഷം അല്ലെങ്കിൽ ഓൾറെഡി ഒരു വീട് ഉള്ള ആൾക്കാർ ചിന്തിക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ അവർ വേണ്ട വിധം അതിനെപ്പറ്റി കൃത്യമായിട്ട് അവെയറായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുന്നൊരു കാര്യമാണ് വീടിൻ്റെ മെയിൻ്റനൻസ്. അതായത് നമ്മൾ ലോകത്തിലുള്ള ഏത് വസ്തുവിനെ എടുത്താലും നമ്മളത് ഉപയോഗിക്കുന്ന വസ്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മെയിൻ്റനൻസ് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ അതിനൊരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വാഹനം മേടിച്ചു വന്നിരിക്കട്ടെ, അതിപ്പോൾ ഒരു 5 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു കാറ് വാങ്ങിച്ചാൽ അതൊരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മളൊരു 5,000 രൂപയിലോ മുടക്കി അതിനെ സർവീസ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ അതിൻ്റെ വെയർ ആൻഡ് ടിയർ വരുന്ന സാധനങ്ങൾ മാറണം, അതുപോലെ ചിലപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ലോകത്തിലുള്ള ഏത് വസ്തുവാണല്ലോ, ഉപയോഗിക്കുന്ന വസ്തുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രോപ്പറായ മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. അങ്ങനെ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കൂടുതൽ കാലം ഈട് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ പെർഫോമൻസ് കിട്ടത്തുള്ളൂ. ഇപ്പം വീടിൻ്റെ കാര്യത്തിലും ഈ സെയിം കാര്യം ആപ്ലിക്കബിൾ ആണ്. പക്ഷേ നമ്മളിൽ എത്ര പേര് ഒരു വർഷം ഒരു നിശ്ചിത തുക വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി നീക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ അതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഒന്നാമതായിട്ട് സ്ഥിരമായിട്ട് ഞങ്ങൾ ഈ വീടിൻ്റെ റിനോവേഷനൊക്കെ ബന്ധപ്പെട്ട് പല വീടുകളും കാണുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു പ്രശ്നമാണ് വീടിൻ്റെ സ്ട്രക്ചറിനുണ്ടാകുന്ന ഡാമേജുകൾ. അത് പലപ്പോഴും വീട്ടുകാരുടെ ഇഗ്നോറൻസ് കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ്. അതായത് ഇപ്പോൾ ഫ്ലാറ്റായിട്ട് വാർത്ത് ടെറസായിട്ട് കിടക്കുന്ന ഒരു സ്പേസ് ആയിരിക്കും. ആ സ്പേസിൽ ഇപ്പോൾ വേനൽക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു 365 ദിവസം തന്നെ പറയാം, ഈ ഇല വന്ന് വീഴും. ആ ഇല വന്നിട്ട് ഇതിൻ്റെ സ്ലാബിൽ അടിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ അത് പോയിട്ട് ഈ പുറത്തോട്ട് വെള്ളം പോകുന്നതിനുള്ള ഓവ് പോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻസിനെയൊക്കെ അടച്ചു കളയും, അല്ലെങ്കിൽ ഈ കരടുകളൊക്കെ വന്ന് കെട്ടി നിൽക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ലാബിൻ്റെ മേളിൽ കെട്ടി നിന്നതിന് ശേഷം മഴക്കാലത്ത് ഈ വെള്ളം തങ്ങി നിൽക്കുന്നതിനും അതുപോലെ തന്നെ ഓവർഫ്ലോ ഉണ്ടാക്കുന്നതിനും, അതല്ലെങ്കിൽ ഈ വെള്ളവും ഈ ഇലകളും ഒക്കെ കൂടി ഡീക്കേ ആയിട്ട് അത് സർഫസിൽ കിടന്ന് അത് ന്യായമായ ഡാമേജുകൾ സ്ലാബിനും അത് കിടക്കുന്ന സർഫസിനും ഉണ്ടാക്കുന്നതായിട്ട് സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പം ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൺസ്ട്രക്ഷൻ്റെ പോരായ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കൺസ്ട്രക്ഷൻ്റെ പോരായ്മ. കാരണം കൺസ്ട്രക്ഷനിൽ കോൺക്രീറ്റ് എന്ന് പറയുന്നത് 100% വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല. അപ്പം കൺസ്ട്രക്ഷനിൽ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്ത് മാക്സിമം വാട്ടർ പ്രൂഫിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിടും. എന്നാലും ആ വാട്ടർ പ്രൂഫിങ്ങിനെ കൊല്ലുന്ന രീതിക്കുള്ള പ്രവർത്തികൾ നമ്മളതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിന് കൃത്യമായിട്ട് ചെയ്തു പോകണം. അതായത് ഇലകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഓവുകളുണ്ടെങ്കിൽ അത് തുറന്നിടണം. ഈ ചില വീടുകളുടെയൊക്കെ മേളിൽ സ്ലാബിലൊക്കെ ആല് വരെ വളർന്നു നിൽക്കുന്നത് ചിലപ്പോൾ കാണാറുണ്ട്. അത് ആല് വളർന്ന് ഒരു അരയാൾ പൊക്കമുള്ള ചെടിയായി കഴിയുമ്പോഴാണ് ചിലപ്പോൾ വീട്ടുകാർ പോലും പറിച്ചു മാറ്റുന്നത്. അപ്പം അങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ചെയ്യാതിരിക്കുന്ന എന്ത് കാര്യവും പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തന്നെ ഇടവരുത്തും. അപ്പം അതുപോലെ തന്നെ തോന്നുന്നൊരു കാര്യമാണ് നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ വെക്കുന്ന പല ചെടികൾ, അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി വീടിൻ്റെ പരിസരത്ത് സൂക്ഷിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ, ഇതിലൊക്കെ നിന്നും വെള്ളം തെറിച്ച് വീടിൻ്റെ ഭിത്തി നനയുക, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ഭിത്തിയെ കൊണ്ടുപോയി വിറക് വല്ലതുമൊക്കെ ചാരി വെക്കുക, എന്നിട്ട് അത് ഭിത്തിയിൽ നനവ് പടർത്തിയിട്ട് ഭിത്തിക്ക് ഡാമേജ് ഉണ്ടാക്കുക. ഒരു സ്ഥിരമായിട്ടൊരു മരം അല്ലെങ്കിൽ അതിൻ്റെ ചില്ലയിൽ വെള്ളം തട്ടി തെറിച്ചിട്ട് ഭിത്തിയിൽ ഡാമേജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് വന്ന് വെള്ളം വീണിട്ട് നമ്മുടെ ജനലുകൾ കുശുത്തു പോവുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മെയിൻ്റനൻസിൻ്റെ പ്രശ്നമാണ്. അതായത് നമ്മുടെ വീടിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രമിക്കണം. അപ്പം വീടിൻ്റെ മേളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയണം, അല്ലെങ്കിൽ അതിൻ്റെ കമ്പിറക്കണം. അപ്പം അത്തരം മെയിൻ്റനൻസ് നമ്മൾ വീടിന് വേണ്ടിയിട്ടുള്ളത് പ്രോപ്പറായ സമയങ്ങളിൽ ചെയ്തു കൊടുത്താൽ മാത്രമേ ഒരു വീട് നീണ്ട കാലം നല്ല രീതിക്ക് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് അത് ഭിത്തിക്ക് ഡാമേജ് ഉണ്ടാക്കുകയും അത് ക്രാക്ക് വരുത്താൻ ഇടവരുത്തുകയും അല്ലെങ്കിൽ സ്ട്രക്ചറിന് ഡാമേജ് ഉണ്ടാക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി കണ്ടുവരാറുണ്ട്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഒരിക്കലും പറഞ്ഞതുപോലെ നമുക്ക് ഒരു സാധനവും ഇല്ലാഞ്ഞിട്ടല്ല, ഇതിനെയൊന്നും പ്രോപ്പറായിട്ട് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നാടിന് ഭംഗിയില്ല എന്ന് നമുക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഏത് വസ്തുവും ഉണ്ടാക്കിയ ദിവസം അത് ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം മുതൽ നമ്മളതിനെ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ചെയ്യാത്തടത്താണ് ഇതെല്ലാം ഭംഗിയില്ലാത്ത വികൃത രൂപങ്ങളായി പോകുന്നത്. അത് വീടുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ സെയിം കാര്യം ആപ്ലിക്കബിൾ ആണ്. അതായത് അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ, നമ്മളെല്ലാവരും തന്നെ നമ്മളൊരു പുതിയ വീട് ചെയ്യുന്ന സമയത്ത് അത് പണിത് തീർന്ന് തൊട്ട് കുറേ ആൾക്കാർ അതിനെ
ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ചെളി വന്ന് തെറിച്ചാൽ ഉടനെ അത് കഴുകി കളയും. അല്ലെങ്കിൽ ഇപ്പം ടൈൽസിൻ്റെ മുകളിലോ ഗ്രാനൈറ്റിൻ്റെ മുകളിലോ ഒക്കെ എന്തെങ്കിലും കറ പിടിച്ചാൽ അത് ഉടനെ അത് വാഷ് ചെയ്ത് കളയും. പക്ഷേ പോകെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ആൾക്കാർ മറക്കും. ഇപ്പം അതിന് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യമാണ്. നമ്മൾ വീടിൻ്റെ ലാൻഡ്സ്കേപ്പൊക്കെ വൃത്തിയായിട്ട് ചെയ്യും, പ്രോപ്പറായിട്ട് പുല്ലൊക്കെ പിടിപ്പിച്ച് ഭംഗിയായിട്ടൊക്കെ ഇടും. പക്ഷേ കയറിത്താമസം കഴിയും, ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോൾ ഇത് മെയിൻ്റെനൻസ് ചെയ്യാതെ പിന്നെ പോകെ ഇത് കളയൊക്കെ വളർന്ന് വൃത്തികേടായിട്ട് ആകെ ആ പ്രദേശത്തിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി മുഴുവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ. ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരം നമ്മൾ കാണുന്നതാണ്. അതായത് നമ്മൾ ആരും തന്നെ മെയിൻ്റെനൻസിനൊരു ഇത്ര തുക നമ്മൾ നീക്കി വെക്കാനായിട്ട് തയ്യാറല്ല. അതായത് ലോകത്തിൽ ഏത് വസ്തു മേടിച്ചാലും അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പൈസ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കണക്കാക്കണം. ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീടിന് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്താൽ ആ ലാൻഡ്സ്കേപ്പിനെ മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് ഒരു മാസം 1-2 ലേബർ സ്ഥിരമായിട്ട് വരുമെന്നും ആ ലേബർ കൊടുക്കാനായിട്ടുള്ള തുക നമ്മളെങ്ങനെ കണ്ടെത്തും എന്നുള്ളതൊക്കെ നമ്മൾ കണക്കാക്കണം. ഒന്ന്, ഇനി അതല്ലെങ്കിൽ തന്നെ ഇത് വീട്ടുകാർ തന്നെ സ്വയം നമ്മളുടെ ഒരു ലാൻഡ്സ്കേപ്പിനെ പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്കുകളൊക്കെ സ്വയം മനസ്സിലാക്കി ഇത് കൃത്യമായിട്ട് പ്രോപ്പർ മെയിൻ്റെനൻസ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മുടെ വീട് എന്നും ഭംഗിയാക്കുള്ളൂ. ഇപ്പോൾ ഇതിനൊരു എന്താ പറയുക, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു മുമ്പ് പറഞ്ഞ പോലെ കാറിൻ്റെ ഉദാഹരണം തന്നെ പറയാം. ഇപ്പോൾ ഒരു വളരെ വില കൂടിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു കാറാണെങ്കിൽ പോലും അത് നമ്മൾ മുംബൈയിലെ ഒരു സ്ലമ്മിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മുനിസിപ്പാലിറ്റി വേസ്റ്റൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ വണ്ടീനെ ഇട്ട് അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് എടുത്താൽ യാതൊരു ഭംഗിയും ആ വണ്ടിക്കുണ്ടാവില്ല. അതേസമയം അങ്ങനെയുള്ളൊരു വണ്ടിയുടെ ഫോട്ടോഷൂട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുക വളരെ വൃത്തിയുള്ള ഒരു ലാൻഡ്സ്കേപ്പിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിലോ ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഫോട്ടോ. ഈവൻ നമ്മളാണെങ്കിൽ ഇപ്പോൾ സ്വന്തം ഒരു സെൽഫി എടുക്കുന്നത് ഒരിക്കലും വളരെ മോശപ്പെട്ടൊരു സ്ഥലത്ത് നിന്നിട്ടൊരു സെൽഫി നമ്മളാരും എടുത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ലല്ലോ. വളരെ വൃത്തിയായിട്ട് നമുക്ക് തോന്നുന്നൊരു ഫ്രെയിമിലായിരിക്കുമല്ലോ നമ്മൾ നമ്മുടെ മുഖം പോലും പ്ലേസ് ചെയ്ത് നമ്മൾ ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുക. ഇത് പറയുന്ന പോലെ തന്നെയാണ് ഒരു വീടിൻ്റെ കാര്യം. നമ്മൾ അതിൻ്റെ പരിസര പ്രദേശങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ ഒരു വൃത്തി എങ്ങനെ, വീടിനെ ആ ഒബ്ജക്റ്റിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വീടിൻ്റെ ഭംഗി നിശ്ചയിക്കുന്ന ഘടകം. അപ്പോൾ നമ്മൾ എത്ര വലിയ ഭംഗിയുള്ളൊരു കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് എത്ര പൈസ മുടക്കി നമ്മൾ നിർമ്മിച്ചു വെച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല എന്നുണ്ട് എങ്കിൽ ആ നമ്മൾ മുടക്കിയ നമ്മുടെ എഫേർട്ടുകളെല്ലാം വെറുതെ ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഇത്തിരിയും കൂടി ആൾക്കാർ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് കൃത്യമായിട്ട് തോന്നാറുള്ളത്. അതുപോലെ തന്നെ തോന്നിയിട്ടുള്ളതാണ് ഈ കളറിൻ്റെ സെലക്ഷൻ. മിക്ക ആൾക്കാരും വീട് റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വെറൈറ്റി എന്നുള്ള രീതിക്കാന്ന് തോന്നുന്നു ഈ ഓരോ തവണയും ഓരോ കളർ മാറ്റി പരീക്ഷിക്കും. ഇപ്പോൾ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ നീല കളറ് അല്ലെങ്കിൽ പിങ്ക് കളറ് ഇതൊക്കെ ഒരു ട്രെൻഡായിട്ട്, അപ്പോൾ ഒരു സമയത്ത് വീടിനടിച്ചിരിക്കുന്നത് പിങ്ക് കളറായിരിക്കും, തൊട്ടപ്പുറത്തെ വർഷം അത് റീപെയിൻറ്റ് സമയത്ത് അത് വേറൊരു കളറാക്കും, അത് കഴിയുമ്പോൾ അത് വേറൊരു കളറാക്കും. ഇങ്ങനെ നമ്മളുടെ വീടിൻ്റെ രൂപത്തിനോ അതിൻ്റെ ഷെയ്പ്പിനോ എന്താ പറയുക യാതൊരു വിധത്തിലും മാച്ചിങ് അല്ലാത്ത, അതായത് ഒരു പ്രൊഫഷണലിനെ കൊണ്ടുവന്ന അദ്ദേഹം ഒരു കളർ കോഡ് നമുക്ക് നിശ്ചയിച്ച് തന്നാൽ തീർച്ചയായിട്ടും അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ നമ്മളത് ഓക്വേർഡ് ആയിട്ടുള്ളൊരു കളറ് നമ്മുടെ വീടിനടിക്കുന്നത്, ഈ ചില ആൾക്കാർ ഈ പഴയ വണ്ടിയൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ നിലവിലുള്ള കളറ് മാറ്റി കണ്ണി കുത്തുന്ന പോലത്തെ കളറുകളൊക്കെ അടിച്ച് ഫ്രീക്കൻ പിള്ളേരെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, അതായത് പൊതുവെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കളിയാക്കി വിളിക്കുന്ന ആ ഒരു ജനറേഷനിൽ പെടുന്ന ആ ഒരു ആൾക്കാർ വണ്ടി കൊണ്ട് നടക്കൂല. അപ്പോൾ അതിനോട് ബാക്കിയുള്ളവർക്ക് തോന്നുന്ന വികാരം എന്താണോ, അതായത് അയാളുടെ മനസ്സിനെ സംബന്ധിക്കുന്നിടത്തോളം ആ കളറ് ഭയങ്കര ബെസ്റ്റായിട്ടുള്ളൊരു കളറാണ്, എല്ലാവരും നോട്ടിഫൈ ചെയ്യുന്ന കളറാണ്. പക്ഷേ ബാക്കിയുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളം ആ കളറിനെ ആൾക്കാർ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ നമ്മൾ വീടിൻ്റെ കളർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫഷണലായ ആളെ കൊണ്ട് തന്നെ അതിൻ്റെ കളർ തീമുകൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആ കളറുകളിൽ കൃത്യമായി സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മളത് എപ്പോഴും മാറ്റി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു കൃത്യമായൊരു കളർ കോഡിനെ അതിൻ്റെ കൃത്യമായ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചൊരു പ്രൊഫഷണൽ സഹായത്തോടു കൂടി തന്നെ സെറ്റ് ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അത് ഒരു വീടിന് തീർച്ചയായിട്ടും ഭംഗി നിലനിർത്തുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾ വീട് റീപെയിൻറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ വീടിനെ സംബന്ധിക്കുന്ന എന്തെല്ലാം കേടുകളുണ്ടോ, അതായത് എക്സ്റ്റീരിയർ ചിലപ്പോൾ നമ്മൾ മേളിൽ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് കുറച്ച് വാട്ടർ പ്രൂഫിങ് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്രാക്ക് വീണിട്ടുണ്ടാവും,
അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റിങ്ങോ അങ്ങനത്തെ മെയിൻ്റനൻസ് നമ്മളൊരു 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പം ഒരു എൻ്റയർ മെയിൻ്റനൻസ് ചെയ്തതിന് ശേഷം ഇത്തരം ക്രാക്കുകളുള്ളതൊക്കെ ഫില്ല് ചെയ്യുക, വാട്ടർ പ്രൂഫിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് പെയിൻറ്റിങ് ഒക്കെ തീർത്ത് അങ്ങനെ പ്രോപ്പറായി നമ്മൾ വീടിനെ മെയിൻ്റനൻസ് ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ പകുതിയിൽ അല്ലെങ്കിൽ 90-95% പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഈ വീടിൻ്റെ മേളിലെ ഒരു ഓട് ചിലപ്പോൾ പൊട്ടിപ്പോവും. ഒരു ഓട് പൊട്ടിപ്പോയിട്ട് അതവിടെ അതിൻ്റെ അകത്തൊക്കെ വെള്ളം ഇറങ്ങി അവിടെ അങ്ങനെ കിടക്കും. പക്ഷേ ഈ വീട്ടുകാർ ഇത് കയറി മെയിൻ്റനൻസ് ചെയ്യത്തില്ല. ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഓട് പൊട്ടിയിടത്തൂടെ ഇറങ്ങിപ്പോയ വെള്ളം അതിൻ്റെ താഴെയുള്ള പർലിങ്ങുകളെ മുഴുവൻ ദ്രവിപ്പിക്കുകയും ആ ഒരു സെക്ഷനിലെ മൊത്തം പർലിങ്ങുകളും സെക്ഷനുകളും മുഴുവൻ മാറേണ്ടതായിട്ടൊരു അവസ്ഥ, അതിൻ്റെ താഴെയുള്ള വാർക്കയ്ക്ക് ഡാമേജ് വരുത്തുന്ന അവസ്ഥ, അതിൻ്റെ അകത്തെ കമ്പികൾക്ക് കേടുപാട് വരുത്തുക, ഇങ്ങനത്തെ അതുപോലെ പെയിൻറ്റിങ് അവിടെ ഇവിടെയൊക്കെ പോവുക. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചാൽ, ഒരു ഓട് പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പാത്തിയുടെ ബ്ലോക്ക് ആയാൽ അല്ലെങ്കിൽ ഒരു പാത്തിയുടെ ഇച്ചിരി കമന്ന് വീണു പോയാൽ, ഇതൊക്കെ കൃത്യമായ സമയങ്ങളിൽ കയറി മെയിൻ്റനൻസ് ചെയ്താൽ മാത്രമേ ഒരു വീടിനെ നമുക്ക് ദീർഘകാലം അതിൻ്റെ ഭംഗിയോടുകൂടി നിലനിർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഫൈനലായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപയുടെ ഒരു കാറിന് നിങ്ങൾക്ക് 5000 രൂപ 6 മാസം കൂടുമ്പോൾ സർവീസിന് നീക്കി വെക്കാമെങ്കിൽ 50 ലക്ഷം രൂപയുടെ ഒരു വീടിന് 6 മാസം കൂടുമ്പോൾ 50,000 രൂപ നിങ്ങൾ നീക്കി വെക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പം അത്രയും നമ്മൾ വീടിന് എത്രത്തോളം നമ്മൾ കൂടുതൽ പൈസ മുടക്കി നമ്മൾ ചെയ്യുന്നോ അതിന് തത്തുല്യമായൊരു തുക അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നീക്കി വെക്കണം. ആ തുക അതിൻ്റെ ഓരോ കാര്യങ്ങളും പ്രോപ്പർ സമയങ്ങളിൽ മെയിൻ്റനൻസ് ചെയ്ത് പോയാൽ മാത്രമേ ഇത് ഭംഗിയായിട്ട് നിലനിൽക്കത്തുള്ളൂ. ഇനി ഈ സെയിം കേസ് തന്നെ നമ്മൾ ഇൻറ്റീരിയറിൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വാർഡ്രോബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹിഞ്ച് ആയിക്കോട്ടെ, അപ്പം അതിൽ ഏതെങ്കിലും ഒരു ഹിഞ്ച് കേട് വന്നെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ആ ഹിഞ്ച് മാറി വെക്കണം. കാരണം ഒരു ഡോറിനെ മൊത്തം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് നോക്കിയിട്ടായിരിക്കും അത് 3 അല്ലെങ്കിൽ 2 എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഹിഞ്ചസ് നമ്മൾ കൊടുത്തിരിക്കുക. അപ്പം അതിലെ ഒരു ഹിഞ്ച് കേട് വന്നാൽ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള ഹിഞ്ചുകൾക്ക് ലോഡ് കൂടും. അപ്പം പ്രത്യക്ഷത്തിൽ ആ ഡോറിന് വലിയ പ്രശ്നമൊന്നും കാണിയില്ല, പക്ഷേ പോകെ ആ 3 ഹിഞ്ചുകളും ഡാമേജ് വരുത്താനായിട്ട് ഇടവരുത്തും. അപ്പം ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം ഡോർ ഹാൻഡിലുകൾ, ഇപ്പോൾ ഡോർ ചിലപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ അത് വലിച്ചടക്കി അല്ലെങ്കിൽ ഈ ഹാൻഡിലെ പിടിച്ച് നമ്മൾ ബലം കൊടുത്ത് സ്ഥിരമായിട്ട് വലിച്ച് തുറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ലോക്ക് കേടായി പോകും. അപ്പം അങ്ങനത്തെ നമ്മൾ താൽക്കാലികമായിട്ട് അതിൻ്റെ പുറകെ നടക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ നീക്കി വെക്കുന്ന ചില കാര്യങ്ങൾ പിന്നീട് വലിയ ഡാമേജുകൾ നമ്മുടെ സ്ട്രക്ചറിന് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം കൂടുതൽ വരുത്തുകയോ ചെയ്യും. അപ്പോൾ പ്രോപ്പറായ സമയത്ത് അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ വീടിനെ നമ്മളെങ്ങനെ സൂക്ഷിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ അതിന് എത്ര കെയർ കൊടുക്കുന്നോ അതുപോലെ ആയിരിക്കും അതിൻ്റെ ഭംഗി. ഈവൻ അത് ലോകത്തിലുള്ള എല്ലാ വസ്തുവും, ഈവൻ നമ്മുടെ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചാലും അതെ, നമ്മൾ എത്രത്തോളം കെയറിങ് നമ്മളുടെ ശരീരത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ആണല്ലോ നമ്മുടെ സൗന്ദര്യം നിൽക്കണം. എന്ന് പറഞ്ഞ പോലെ വീടിൻ്റെ കാര്യത്തിലും നമ്മൾ എത്രത്തോളം കെയറിങ് നമ്മൾ വീടിന് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും വീടിൻ്റെ ഭംഗിയും അത് കാലങ്ങളോളം ഈട് നിൽക്കുന്ന കാര്യവും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.